സോ ഹലോ എവരിവൺ, എല്ലാവർക്കും എഡ്യു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ SSLC ഹിന്ദി പരീക്ഷയ്ക്ക് 2 മാർക്കിനുള്ള ഷുവറായി ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. എഡ്യു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചാനൽ അപ്ഡേറ്റ്സിനും നോട്ടുകൾക്കുമായി ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് A+ ഉറപ്പിക്കുന്ന 2 മാർക്കിനുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം വിശേഷൻ എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. എല്ലാ പരീക്ഷയിലും 1 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണിത്. ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. നീലി സ്യാഹി, അതായത് നീലമഷി. നീലമഷി എന്നതിൽ വിശേഷൻ ശബ്ദം, നീലി സ്യാഹി എന്ന പദത്തിൽ വിശേഷൻ ശബ്ദം ഏത് എന്ന് എഴുതാനാണ് ചോദ്യം. ഇവിടെ നീലി എന്ന വാക്കാണ് വിശേഷൻ ശബ്ദമായി വരുന്നത്. അടുത്തത് നോക്കാം. ബൂട്ട മല്ലാഹ് എന്നതിൽ ബൂട്ട എന്നതാണ് വിശേഷൻ ശബ്ദമായി വരുന്നത്. പീലെ ഫൂൽ എന്നതിൽ പീലെ എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഏതൊരു 2 വാക്കുകൾ തന്നിട്ടുള്ളതിൽ നിന്നും വിശേഷൻ ശബ്ദം എഴുതാൻ പറഞ്ഞാൽ ആദ്യത്തെ വാക്കാണ് എഴുതേണ്ടത്. ഇവിടെ നോക്കൂ, എല്ലാ ഭാഗത്തും ആദ്യത്തെ വാക്കാണ് എഴുതിയിട്ടുള്ളത്. ടൂട്ട പഹിയ എന്നതിൽ ടൂട്ട എന്നതാണ് വിശേഷൻ ശബ്ദം. അപ്പോൾ ഈ മാർക്ക് നിങ്ങൾ ഉറപ്പിച്ചു എന്ന് കരുതുന്നു. അതായത് ആദ്യം വരുന്ന പദമാണ് വിശേഷൻ ശബ്ദം. അടുത്തത് ഉറപ്പായും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ലഗ, ലഗേ, ലഗി, ലഗീം. ഇത് വളരെ എളുപ്പത്തിൽ മാർക്ക് നേടാൻ സാധിക്കുന്ന ചോദ്യമാണ്. ലഡ്ക, ഹിന്ദി, ലിഖ്നെ, ലഗ. അതായത് ലഡ്ക എന്നത് പുല്ലിംഗമായതിനാൽ ലഗ എന്നാണ് വരുന്നത്. ലഡ്ക എന്നത് പുല്ലിംഗം തന്നെയാണ്, പക്ഷേ ബഹുവചനമായതിനാൽ ലഗേ. ലഡ്കി എന്നത് സ്ത്രീലിംഗമായതിനാൽ ലഗി. അടുത്തത് ലഡ്കിയാം എന്നത് ലഗീം. അതായത് ലഡ്ക എന്നതിൽ ക വന്നാൽ ലഗ, കെ വന്നാൽ ലഗേ, കി വന്നാൽ ലഗി, കിയാം വന്നാൽ ലഗീം. അപ്പോൾ ഈ 1 മാർക്ക് നിങ്ങൾ ഉറപ്പിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ ഇതോടുകൂടി നിങ്ങൾ പരീക്ഷയ്ക്കുള്ള 2 മാർക്കാണ് ഇവിടെ ഉറപ്പിച്ചിരിക്കുന്നത്. ഇത് ഉറപ്പായും പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യമാണ്. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ബൈ.